ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനഭാഗം 1 കൊരിന്തോസ് 1-ാം 25-ാം വാക്യം. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം എന്നത് മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ചില സന്ദർഭങ്ങളിൽ നാം ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നത്? ദൈവം എന്താ ഇതൊന്നും കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്? എന്നാൽ ഈ വചനഭാഗത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഭോഷത്വം എന്നത് മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു പദ്ധതിയുണ്ട്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ കാണുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ കാഴ്ച എന്നത്. ചിലപ്പോൾ അത് നമ്മുടെ വിശുദ്ധീകരണത്തിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലതിനുമാകാം. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് ദാഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ നല്ല ദൈവമേ, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു അഭിഷേകം ഞങ്ങളിലേക്ക് ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ.